ജൂലൈ 30 നിലവിൽ യുഎഇയിലേക്ക് പ്രവേശിക്കാൻ സാധ്യമായ താരതമ്യേന എളുപ്പമാർഗം ഖത്തർ വഴി വരുന്നതാണ് എന്നാണ് യാത്രാ മേഖലയിലെ വിദഗ്ധർ പറയുന്നത്. സെർബിയ, അർമേനിയ, ഉസ്ബെക്കിസ്ഥാൻ ഒക്കെ ഇടത്താവളങ്ങളായി നമുക്ക് കാണാമെങ്കിലും ഖത്തറാണ് തൊട്ടടുത്തുള്ളത് എന്നുള്ളതുകൊണ്ടും കാര്യങ്ങൾ വളരെ വ്യക്തമായ ആളുകൾക്ക് മനസ്സിലാവുന്നു എന്നുള്ളതുകൊണ്ടും ചെലവ് കുറഞ്ഞത് എന്ന പേരിൽ അറിയപ്പെടുന്നതുകൊണ്ടും ഖത്തർ വഴിയുള്ള യാത്രയ്ക്ക് പ്രാധാന്യം കൂടുകയാണ്. കൂടുതൽ ഫ്ലൈറ്റുകളും നമ്മുടെ നാട്ടിൽ നിന്ന് ഖത്തറിലേക്കുണ്ട് എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. എയർ വിസ്താര ന്യൂഡൽഹിയിൽ നിന്ന് ഓഗസ്റ്റ് 1 മുതൽ എല്ലാ ദിവസവും ദോഹയിലേക്ക് പറക്കുകയാണ്. അവർ പുറപ്പെടുവിച്ചിരിക്കുന്ന ചില നിബന്ധന അറിയിപ്പുകൾ ഇങ്ങനെയാണ്. ഖത്തർ റിയാൽ 5000 അല്ലെങ്കിൽ ഇന്ത്യൻ രൂപ 1,00,000 തുല്യമായ തുക കയ്യിൽ കരുതണം. അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് അതുണ്ടെന്ന് ബോധ്യപ്പെടുത്താനുള്ള കാര്യം ഉണ്ടായിരിക്കണം. റിട്ടേൺ ടിക്കറ്റ് കൺഫർമേഷൻ ആക്കി വെക്കണം. 72 മണിക്കൂറിനിടയിൽ എടുത്തിരിക്കുന്ന PCR ഉണ്ടാകണം. ഖത്തർ അംഗീകരിച്ച വാക്സിൻ എടുത്തിട്ട് 14 ദിവസം കഴിഞ്ഞവരായിരിക്കണം യാത്ര ചെയ്യേണ്ടത്. എഹ്തറാസ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം. അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. ആ രജിസ്റ്റർ ചെയ്തതിന്റെ പ്രൂഫ് വിസ ഓൺ അറൈവൽ കിട്ടാനുള്ള സൗകര്യത്തിനു വേണ്ടി ന്യൂഡൽഹിയിൽ ബോർഡിംഗ് സമയത്ത് തന്നെ കാണിച്ചിരിക്കണം. ഹോട്ടൽ റിസർവേഷൻ അനിവാര്യമാണ്. അതും വിസ ഓൺ അറൈവലിന് വേണ്ടിവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പാസ്പോർട്ട് വാലിഡിറ്റിയെക്കുറിച്ച് പലപ്പോഴും ആരും ചിന്തിക്കാറില്ല. ഒരു 2-3 മാസമൊക്കെ പോരെ എന്ന് കരുതും. 6 മാസം വേണമെന്ന് വിസ്താര പറഞ്ഞിരിക്കുന്നു. ഖത്തർ അപ്രൂവ് ചെയ്ത വാക്സിൻ ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതുപോലെ ആ വാക്സിന്റെ സർട്ടിഫിക്കറ്റിൽ ഏത് ടൈപ്പ് വാക്സിനാണ്, എവിടെ വെച്ചെടുത്തതാണ്, എത്രാം തീയതി എടുത്തതാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഖത്തർ എയർവേസ് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം കൂടി മനസ്സിലാക്കണം. അവിടെ വാക്സിൻ എടുക്കാത്ത ടൂറിസ്റ്റുകൾക്ക് എൻട്രി ഇല്ല എന്ന് ഖത്തർ എയർവേസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഖത്തറിന് പുറത്തു വെച്ച് വാക്സിൻ എടുത്തവരാണെങ്കിൽ 10 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ അനുഷ്ഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഖത്തറിലെ താമസക്കാരാണെങ്കിൽ 2 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ വേണ്ടിവരും. നെഗറ്റീവ് റിസൾട്ട് ആണെന്ന് അറിഞ്ഞാൽ അപ്പോൾ തന്നെ പോകാം. വാക്സിൻ എടുക്കാത്ത റെസിഡൻസ് വിസ ഉള്ളവരാണെങ്കിൽ 10 ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ വേണം എന്നുകൂടി അതിനർത്ഥമുണ്ട്. 1400 US ഡോളർ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ 5000 ഖത്തർ റിയാൽ തന്നെ തുല്യമായ തുക, അതിന്റെ പ്രൂഫ് ഉണ്ടായിരിക്കണം. ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കുന്ന അറിയിപ്പിനെ ഇന്ന് ഞങ്ങൾ വേറൊരു വീഡിയോയിലൂടെ പറഞ്ഞതാണ്. പല മാധ്യമങ്ങളും ബ്രേക്കിംഗ് ന്യൂസായിട്ട് ഓഗസ്റ്റ് 31 വരെ ഇനി സർവീസുകളില്ല, നീട്ടിവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ഇതിന്റെ വാസ്തവം 2020 ജൂൺ മാസം മുതൽ എല്ലാ മാസവും അവസാനത്തെ തീയതിയിൽ അത് 30-ാം തീയതിയോ 29-ാം തീയതിയോ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അറിയിപ്പാണ്. എക്സ്റ്റൻഷൻ മാത്രമാണ്. സാധാരണ ഷെഡ്യൂൾഡ് സർവീസ് ഫ്ലൈറ്റുകൾക്കാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എയർ ബബിളിന്റെ ഭാഗമായിട്ടുള്ള വന്ദേ ഭാരത് മിഷന്റെയൊക്കെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ പെർമിറ്റിലോടുന്ന ഫ്ലൈറ്റുകൾക്കൊന്നും ആ വിലക്ക് ബാധകമല്ല എന്നറിയുക. നേരത്തെ വിശദീകരിച്ചതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഷാർജയിലും ദുബായിലുമൊക്കെ ആളുകൾ പല കാറ്റഗറിയിലുള്ളവർ നാട്ടിൽ നിന്ന് വന്നിറങ്ങുന്നുണ്ടല്ലോ. ഇൻവെസ്റ്റർ വിസ, പാർട്ട്ണർ വിസ, ഡോക്ടർമാർ, ഗോൾഡൻ വിസക്കാർ എന്നിങ്ങനെ പല കാറ്റഗറിയിൽ. എന്നാൽ ഷാർജയിലാണ് വന്നിറങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും 10 ദിവസത്തെ ക്വാറന്റൈൻ എന്ന് നേരത്തെ നിയമത്തിൽ പറഞ്ഞത് കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഇലക്ട്രോണിക് വാച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. കൈത്തണ്ടയിൽ അതുണ്ടാകണം, ഊരിമാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുബായിലാണെങ്കിലോ, ദുബായിൽ എമിറേറ്റ്സിന്റെ ഒരു പ്രത്യേക ആപ്ലിക്കേഷൻ ഫോം തരും. അതിൽ നമ്മൾ ഒരു സെൽഫ് സർട്ടിഫിക്കേഷൻ നടത്തണം. നമ്മൾ 10 ദിവസത്തെ ക്വാറന്റൈൻ അനുഷ്ഠിച്ചു കൊള്ളാം എന്നുള്ള കാര്യം. അതിന് വാച്ചൊന്നും കെട്ടിത്തരില്ല. നമ്മൾ അനുസരിച്ചു കൊള്ളാമെന്ന് എവിടെയെങ്കിലും വെച്ച് പിടിക്കപ്പെട്ടാൽ അത് വലിയ കുറ്റമായി മാറുമെന്നുള്ള നമ്മൾ അറിഞ്ഞിരിക്കുന്നു അക്കാര്യം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സത്യവാങ്മൂലം എഴുതി കൊടുക്കണം. 87-ലെ UAEയുടെ നിയമം മറ്റുള്ളവരുടെ ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയാൽ ജയിൽ ശിക്ഷ അടക്കം കിട്ടുമെന്നുള്ളത്, വലിയ ശിക്ഷ, പിഴ കൊടുക്കേണ്ടി വരുമെന്നുള്ളത്. അതുപോലെ 2014-ലെ സാംക്രമിക രോഗ നിർമ്മാർജ്ജന നിയമം, ഇതൊക്കെ നമുക്കറിയാം എന്ന് കാണിക്കുന്ന സത്യവാങ്മൂലം നൽകേണ്ടി വരും ദുബായിൽ വന്നിറങ്ങുന്നവർ. എന്നാൽ 10 ദിവസം ഹോം ക്വാറന്റൈൻ അനുഷ്ഠിക്കണം എന്ന് തന്നെയാണ് അതിന്റെയും അർത്ഥം.
88ഓളം കാറ്റഗറികളിൽ ദുബായിൽ വിവിധ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ കൊടുക്കേണ്ട ഫീസ് കുറയ്ക്കുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. ദുബായിയുടെ കിരീടാവകാശി ഹിസ് ഹൈനസ് ഷേഖ് ഹംദാൻ പറഞ്ഞിരിക്കുന്ന പുതിയ നിർദ്ദേശമനുസരിച്ച് കച്ചവട രംഗത്തും വ്യക്തികൾക്കുമൊക്കെയുള്ള മറ്റു പല ആവശ്യങ്ങൾക്കും കൂടുതൽ ആനുകൂല്യം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പല പല കാറ്റഗറി എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിന്റെ ചില ഫീസുകളൊക്കെ 25,000 ആയിരുന്നത് 10,000 ആക്കി കുറച്ചിട്ടുണ്ട്. മറ്റു ചില വിസ സംബന്ധമായ ഇളവുകളുണ്ട്. DHA അതൊക്കെ ഓരോ കാറ്റഗറി ആളുകൾക്കാണ്, എല്ലാവർക്കും ഉള്ളതല്ല. അതുപോലെ ടൂറിസവുമായി ബന്ധപ്പെട്ട ചില ഫീസുകളൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ടിക്കറ്റ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി 1/2 ദിർഹം നൽകേണ്ടിയിരുന്നത് വേണ്ട തൽക്കാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു 88 കാറ്റഗറി കാര്യങ്ങളുണ്ട്. എമിറേറ്റ്സ് എയർലൈൻസ് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പേടിച്ചു പോകണ്ട, എമിറേറ്റ്സിന്റെ പ്രഖ്യാപനം ഈ നീട്ടിവെക്കാൻ വേണ്ടി ഇടയ്ക്കിടെ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പറയുമല്ലോ, അതല്ല. എക്സ്പോ ദുബായിൽ തുടങ്ങുന്ന സമയം മുതൽ തീരുന്നത് വരെ വന്നിറങ്ങുന്ന ആളുകൾക്ക് എമിറേറ്റ്സിലാണ് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഡേ പാസ് സംവിധാനം കിട്ടും ഈ എക്സ്പോ സന്ദർശിക്കാൻ വേണ്ടി സൗജന്യമായിട്ട്. അതിന് 6 മണിക്കൂറിന്റെ ട്രാൻസിറ്റ് ആണെങ്കിൽ പോലും കിട്ടും എന്നും പറഞ്ഞിട്ടുണ്ട്. മറ്റെവിടെയെങ്കിലും പോകാൻ വേണ്ടി വരുന്നവർക്ക് 6 മണിക്കൂർ സമയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ എക്സ്പോ പോയി കണ്ട് തിരികെ വരാൻ വേണ്ടിയുള്ള ഡേ പാസ് ആണ് സൗജന്യമായി നൽകുന്നത്. സൗദി അറേബ്യ ശുഭകരമായൊരു വാർത്ത പറയുന്നു. ഓഗസ്റ്റ് 1 മുതൽ ഞായറാഴ്ച മുതൽ ടൂറിസ്റ്റുകൾക്ക് വിസിറ്റ് അനുവദിക്കുന്നു, വാക്സിൻ എടുത്തവർക്ക്. എന്നാൽ അതിനുവേണ്ടി വാക്സിൻ എടുത്തിട്ട് അവിടെ ഇറങ്ങുമ്പോൾ ടെസ്റ്റ് കഴിഞ്ഞ് നെഗറ്റീവ് ആണെന്ന് തെളിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ്റെ ആവശ്യം ഇല്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യക്കാർ തൊഴിലിനു വേണ്ടി സമീപിക്കുന്ന ലോകത്തിലെ രാജ്യങ്ങളിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന 5 രാജ്യങ്ങളിൽ ടോപ്പ് 5 എന്ന് പറയുന്നതിൽ 1-ാം സ്ഥാനത്ത് UAE ആണ് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പാർലമെന്റിൽ പറഞ്ഞു. പിന്നെ സൗദി അറേബ്യ, അത് കഴിഞ്ഞാൽ ഖത്തർ, പിന്നെ അമേരിക്ക, പിന്നെ ഒമാൻ എന്നിങ്ങനെ ടോപ്പ് 5 വരുന്ന ആദ്യത്തെ 5 എന്ന് പറയുന്നതിൽ 4 ഗൾഫിൽ നിന്നാണ്. ഇടയ്ക്കൊരു അമേരിക്ക വന്നു കയറി. CBSE +2 പരീക്ഷാ ഫലം വരുമ്പോൾ ഗൾഫിലെ സ്കൂളുകളിൽ മികച്ച വിജയമാണ് എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ്. 400 കോടി വാക്സിൻ ഇതുവരെ എടുത്തു കഴിഞ്ഞു, 1ഉം 2ഉം ആയിട്ടൊക്കെ. അതൊന്നും കൊണ്ട് തീരുന്നതല്ല. ഈ 400 കോടിയും 2ഉം പൂർത്തിയാക്കിയവരല്ല. ഒരുപാട് ബാധ്യതകൾ ഗവൺമെന്റുകൾക്കുണ്ട്. 20,000-ൽ പരം കേസുകൾ ഇന്നും കേരളത്തിൽ. 13.61 ഇന്നത്തെ TPR. ഈ 13.61 കൂടുതലാണ്. 116 മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. UAEയിൽ നിന്ന് 4 മരണം, 0.5% TPR കിടക്കുന്നത്. 1497 പേർ രോഗമോചനം പ്രാപിച്ചു. 1520 പേർക്ക് രോഗബാധ. ഒമാൻ തീരത്ത് വെച്ച് ഒരു ഇസ്രയേലി ഓയിൽ ടാങ്കറിന് നേർക്ക് ആക്രമണമുണ്ടായി. 2 ക്രൂ അംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് അറിയുന്നത്. അത് കടൽ കൊള്ളക്കാർ ആക്രമിച്ചു എന്ന പ്രാഥമിക വിവരമാണ് കിട്ടിയിരിക്കുന്നത്. സോന ഗോൾഡൻ ഡയമണ്ട്സ് കരാമ സെന്റർ ഇന്നലെ 500 ദിർഹത്തിന്റെ സ്വർണം നൽകാം എന്ന് പറഞ്ഞതിന്റെ റിസൾട്ട് ഇന്ന് പ്രഖ്യാപിക്കാൻ ആയിട്ടില്ല, നാളെ പ്രഖ്യാപിക്കും. അതുപോലെ നാളെ ജൂലൈ 31 കരാമ സെന്ററിൽ സോന ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഔട്ട്ലെറ്റിൽ വെച്ച് മുനിസിപ്പാലിറ്റി എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ വന്നിട്ട് ആദ്യത്തെ നറുക്കെടുപ്പ് നടക്കുകയാണ്. ഡയമണ്ട് റിംഗ് ആർക്കാണ് കിട്ടുന്നത് എന്ന് നാളെ അറിയാം. ഒരു ഫ്ളാറ്റ് സമ്മാനമായി കൊടുക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞു. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ജുവലറി UAEയിൽ നൽകുന്നത്. എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുന്നു. 500 ദിർഹത്തിന്റെ പർച്ചേസ് നടത്തുന്നവർക്കൊരു കൂപ്പൺ കിട്ടും. അത് പൂരിപ്പിച്ചിട്ടാൽ ഭാഗ്യമുണ്ടെങ്കിൽ ഒരു സ്വന്തം ഫ്ളാറ്റ് നമ്മുടെ പേരിൽ കിട്ടും എന്നുള്ളതാണ്. ഹാഷിം ഹൈപ്പർ മാർക്കറ്റിനെ കുറിച്ച് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറയാൻ കാരണം 40 വർഷത്തിലധികമുള്ള പാരമ്പര്യത്തിൽ നിന്ന് സ്വന്തമായിട്ടാണ് പല പ്രോഡക്റ്റും അവിടെ മില്ല് ഉപയോഗിച്ചുകൊണ്ട് പൊടിച്ചൊക്കെ നമുക്ക് എത്തിക്കുന്നത്. അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സുഗന്ധം, അതിൻ്റെ തനിമ, ആ പാരമ്പര്യം എല്ലാം നിലനിർത്തിക്കൊണ്ട് അറബികൾക്കും വിദേശികൾക്കുമൊക്കെ പ്രിയങ്കരമായി മാറിയ ഹാഷിം ഹൈപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പ്രത്യേക സെയിൽ നടക്കുന്നു. അത് ഓഗസ്റ്റ് 1 അവസാനിക്കുമെന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഡെയിലി ഗ്രോസറി ഐറ്റംസ് ആവട്ടെ, ഫുട്വെയർ ആവട്ടെ, ഗാർമെന്റ്സ് ആവട്ടെ, എല്ലാം ഈ സെയിൽ ഉൾപ്പെടുന്നു. വീഡിയോകോണിന്റെ 43 ഇഞ്ച് സ്മാർട്ട് ടിവിക്ക് 849 ദിർഹമാണ്. ഇങ്ങനെ പലതിനും അത്ഭുതകരമായ വിലയാണ്. ഒന്ന് വിളിച്ചു ചോദിക്കാം അജ്മാനിൽ ഹാഷിം ഹൈപ്പർ മാർക്കറ്റിൽ 050-6635-686 എന്നതാണ് നമ്പർ. ദുബായ് വാർത്തയുടെ
ജൂലൈ 30 വെള്ളിയാഴ്ചത്തെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.